സുഹൃത്തുക്കളെ, കേരളത്തെ മുഴുവൻ സങ്കടത്തിലഴ്ത്തിയ ഒരു വാർത്തയുടെ നിർണായകമായ അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോ പകർത്തി പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മാനഹാനി ഭയന്ന് ദീപക് എന്ന 41കാരൻ ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഷിംജിത മുസ്തഫയെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് തിരഞ്ഞുകൊണ്ടിരുന്ന ഷിംജിത വടകരയിലെ ഒരു ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് പിടിയിലായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെയും വനിതാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ നീക്കം. ശരിക്കും ഈ കേസിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പയ്യന്നൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ച് ദീപക് തന്നോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് ഷിംജിത ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. എന്നാൽ ആ വീഡിയോയിൽ ദീപക്കിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ഉണ്ടായിരുന്നില്ല. സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള വിചാരണയാണ് ദീപക്കിന് നേരെ ഉണ്ടായത്. ഈ അപമാനം സഹിക്കവയ്യാതെയാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് ആത്മഹത്യ ചെയ്തത്. ദീപക്കിന്റെ മരണത്തിനു പിന്നാലെ നാട്ടുകാരും ബന്ധുക്കളും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ദീപക്കിന്റെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം BNS 108 ചുമത്തിയാണ് ഷിംജിതയ്ക്കെതിരെ കേസെടുത്തത്. കേസ് വന്നതോടെ ഷിംജിത മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ പോവുകയായിരുന്നു. ഇവർ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ഇന്നലെ തന്നെ ഇവർ കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അത് പരിഗണിക്കുന്നതിനു മുമ്പ് തന്നെ പോലീസ് ഇവരെ വടകരയിൽ നിന്നും പിടികൂടുകയായിരുന്നു. പ്രതിയെ പിടികൂടിയ ഉടനെ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി. ഇതിനുശേഷം കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരെ മഞ്ചേരി ജയിലിലേക്കാണ് മാറ്റുന്നത്. ഈ കേസിൽ ഏറ്റവും ഗൗരവമായ കാര്യം ഷിംജിത സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച വീഡിയോ എഡിറ്റ് ചെയ്തതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു എന്നതാണ്. ബസ്സിലെ ജീവനക്കാർ നൽകിയ മൊഴിയിൽ ദീപക്കിന്റെ ഭാഗത്തുനിന്ന് അസ്വാഭാവികമായ പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടുതന്നെ ആ 18 സെക്കൻഡ് വീഡിയോയുടെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ ഷിംജിതയുടെ മൊബൈൽ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇൻസ്റ്റാഗ്രാം വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ദീപക്കിന്റെ മരണത്തിന് ശേഷം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഷിംജിതയ്ക്കെതിരെ രംഗത്തുവന്നത്. കൃത്യമായ അന്വേഷണം നടത്താതെ ഒരാളെ സോഷ്യൽ മീഡിയയിലൂടെ ക്രൂശിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്നതിന്റെ ഉദാഹരണമാണ് ദീപക്കിന്റെ മരണം. ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കാൻ വെറുമൊരു റീൽസ് വീഡിയോ മതിയാകുമെന്ന അവസ്ഥ ശരിക്കും പേടിപ്പെടുത്തുന്നതാണ്. പോലീസ് ഈ കേസിൽ ഷിംജിതയെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്നൊരാക്ഷേപം ദീപക്കിന്റെ ബന്ധുക്കൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ ഇനിയുള്ള അന്വേഷണം വളരെ സുതാര്യമായി നടക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആത്മഹത്യാ പ്രേരണാ